ഹലോ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പോക്കിമോൻ എക്സ്പ്ലനേഷനുമായിട്ടാണ്. ഇത് എപ്പിസോഡ് 33. അപ്പോൾ ഇതിന് മുമ്പത്തെ എപ്പിസോഡ്സ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാവരും അതൊന്ന് പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോകാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നിങ്ങൾ ഏതായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ആശും കൂട്ടുകാരും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ആഷിന് സോൾ ബാഡ്ജ് ഫീഷ ജെം എന്ന് കിട്ടിയ ശേഷം അവരിപ്പോൾ സഫാരി സോണിലാണ്. ഇവിടെ അവർക്ക് നല്ല പോക്കിമോൺസിനെയും പുതിയ പോക്കിമോൺസിനെയും കാണാൻ കഴിയും. പെട്ടെന്നാണ് അവർക്ക് ഭൂമി കുലുങ്ങുന്നത് പോലെ തോന്നുക. എന്താണത്? അങ്ങനെയാണ് എപ്പിസോഡിന്റെ പേര് എഴുതി കാണിക്കുന്നത് ദ ഫ്ലൈം പോക്കിമോൻ അഡോൺ. അതാണെങ്കിൽ ഒരു പോക്കിമോന്റെ കൂട്ടം ഓടി വരികയാണ്. അപ്പോൾ തന്നെ ആശ് പോക്കറ്റ് ടെക്സ്റ്റ് എടുത്ത് നോക്കും. അപ്പോൾ പറയും ഇതൊരു വൈൽഡ് ബുൾ പോക്കിമോൻ ആണ്. അതുപോലെ തന്നെ ഇതിന് 3 വാലുകളുണ്ട്. ഇതിന്റെ ടാക്കിൾ വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ തന്നെ ആഷിന് അതിനെ പിടിക്കാൻ തോന്നും. അങ്ങനെ പീക്കാച്ചിനെ വിളിക്കുമ്പോഴായിരിക്കും പീക്കാച്ചു ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആഷ് ചെർമാൻഡറിനെ ചൂസ് ചെയ്യും. ചെർമാൻഡർ അവർ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ചെർമാൻഡറുടെ അകത്തേക്ക് ഒരു പോക്കിമോൻ വന്ന് വീഴുക. ഇതാണ് ഗ്രൗലിറ്റ്. ഇതൊരു പപ്പി പോക്കിമോൻ ആണ്. ഇതിന്റെ ബുദ്ധി അപാരമാണ്. ചെർമാൻഡർ ഗ്രൗലിത്തിനെ അറ്റാക്ക് ചെയ്യും. അപ്പോഴാണ് ആശിന് മനസ്സിലാവുക ഇതൊരു ഫയർ ടൈപ്പ് പോക്കിമോൻ കൂടിയാണെന്ന്. ആശ് അങ്ങനെ ചെർമാൻഡറിനെ തിരിച്ചു വിളിക്കും. അങ്ങനെ ആശ് സ്ക്വാഡിനെ ചൂസ് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ഒരു കുതിര വന്ന് നിൽക്കുക. ഇതിനെ കുറിച്ചും നിങ്ങൾക്കറിയില്ലേ, ഇതൊരു പോക്കിമോൻ റിസർവ് ആണെന്ന് പറയും ഈ പെൺകുട്ടി. പോക്കിമോൻ റിസർവ് അത് എന്താണ്? ഇവിടുന്ന് ഒരിക്കലും ഒരു പോക്കിമോനും പിടിക്കാൻ പാടില്ല. അങ്ങനെ പിടിക്കാതിരുന്നാൽ അവർക്ക് ഇവിടുന്ന് നാച്ചുറലായിട്ട് ഗ്രോ അപ്പ് ചെയ്യാൻ കഴിയും. ബ്രോക്ക് ചോദിക്കും ഇതെവിടെയാണ് സ്ഥലം, ഇതിന്റെ പേരെന്താണ്? അപ്പോൾ നിങ്ങളാരും ഇതിനെക്കുറിച്ച് കേട്ടിട്ടില്ല. ബിഗ് പി പോക്കിമോൺ റാഞ്ച്, അതുപോലെ തന്നെ അതിന്റെ ഓണറായ ലാർമി ഫാമിലിയെ കുറിച്ചും. അപ്പോൾ ഇവിടുന്നാണ് ഒരുപാട് പോക്കിമോൺസ് നന്നായി വളരുന്നത്. അപ്പോൾ ഇത് ആ സ്ഥലമല്ലേ? അതെ, ഇതാണ് ലാർമി ബിഗ് പി റാഞ്ച്. ഞാനാണ് ലാർമി. അതുപോലെ തന്നെ ഇതാണ് ഗ്രൗലിത്ത്. ഇവനാണ് ഇവിടുന്ന് ഒരാളെയും ഒരു പോക്കിമോനും പിടിക്കാൻ സമ്മതിക്കില്ല. ഇതാണ് പോണിറ്റ. ഇതൊരു ഫയർ ഓർസ് പോക്കിമോനാണ്. ഇതിനുണ്ടാക്കിയിരിക്കുന്നത് ഇന്റൻസ് ഫ്ലെയിംസിനെ കൊണ്ടാണ്. അപ്പൊ മിസ്റ്റർ ചോദിക്കും ആ പോക്കിമോൻ നല്ല ചൂടാണോ? പോണിറ്റയ്ക്ക് വിശ്വാസമുള്ളതും ഇഷ്ടപ്പെട്ട ആളെ ഒരിക്കലും പോണിറ്റന്റെ ഫയർ ഏൽക്കില്ല. അപ്പോൾ ആശന്ന് പോണിറ്റയെ തൊടും. പക്ഷേ പോണിറ്റ ആശന് പണി കൊടുക്കും. ഒരു പോക്കിമോൻ നോക്കാതെ തന്നെ ഭയങ്കര പണിയാണ്. അപ്പോൾ അങ്ങനെ ഇത്രയും അധികം പോക്കിമോൻസ് നോക്കുന്നത് പോക്കിമോൻ ബ്രീഡേഴ്സിന് ഇവിടെ ഒരുപാട് ഇഷ്ടമാണ്. കാരണം ഇവിടെ വെച്ച് തന്നെ അവരെ ഭയങ്കര സ്ട്രോങ് ആക്കി മാറ്റുന്നു. അതുകൊണ്ടൊക്കെ നിങ്ങൾ വളരെ ലക്കിയാണെന്ന് പറയും ബ്രോക്ക്. ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നതുകൊണ്ട് നടക്കുന്നതാണ്. അതുപോലെ തന്നെ ഓരോ പോക്കിമോൺസിന്റെയും വളർച്ച കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട്. ഇന്ന് രാത്രി ഇവിടെ വലിയൊരു പാർട്ടി നടക്കുന്നുണ്ട്. ഇന്ന് നിങ്ങൾ ഞങ്ങളുടെ ഗസ്റ്റ് ആണ്. അപ്പോൾ തീർച്ചയായും അതിൽ പങ്കെടുക്കണം. ഇന്ന് നിങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് പോക്കിമോൺ റൈസ് കാണാം. ഈ റൈസ് കൊണ്ട് ഏറ്റവും മികച്ച പോക്കിമോൻ ഏതാണെന്ന് കണ്ടുപിടിക്കും. അതുപോലെ തന്നെ ഈ റൈസിൽ ആര് വിജയിച്ചോ അവർക്ക് ഈ ലാർമി ക്ലാൻഡിന്റെ ഓണർ ആവാൻ കഴിയും. അപ്പോൾ അങ്ങോട്ട് 3 തലയിലെ പക്ഷിയുടെ ഒരു പോക്കിമോൻ വരിക. അതുപോലെ തന്നെ അങ്ങോട്ട് വേറെ ഒരാൾ കൂടിയും വരും. ഇതാണ് റോഡറിയോ. ഇതിന് 3 തലയാണ്. ഇതിന് ഭയങ്കര ഫാസ്റ്റ് ആണ്. ഇതിന്റെ ഒരു തല ജോയും മറ്റേ തല സ്ലോറോയും മറ്റേ തലയാണെങ്കിൽ അങ്ക്രി. നാളത്തെ റൈസ് എന്തായാലും ഞാൻ തന്നെ ജയിക്കും. അതുപോലെ നാളെ തോൽക്കാൻ റെഡി ആയിക്കോ ലാറ. അങ്ങനെയൊക്കെ പറഞ്ഞ് അവൻ പോകും. ആരാണ് അവൻ? അവന് ഭയങ്കര അഹങ്കാരമാണല്ലോ. അതാണ് ഡോഡ്രിയോയുടെ ട്രെയിനർ. അവനൊരു പ്രത്യേക സ്വഭാവമാണ്. അങ്ങനെ രാത്രിയപ്പോൾ പാർട്ടിയൊക്കെ തുടങ്ങി. പാർട്ടിയിൽ അവിടെ ഇല്ല എല്ലാവരും. ലാറ, നാളെ നീ ജയിക്കില്ലേ? നാളെ നീ തന്നെ വിജയിക്കണം, നീ ജയിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലാറ പെട്ടെന്ന് വാ, നിന്റെ ടോറോസ് അവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ലാറ പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോകും. അവിടെ നോക്കുമ്പോൾ തമ്മിൽ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് ടോറസൊക്കെ. ഗ്രൗലിത്താണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ പ്രശ്നങ്ങളൊക്കെ. പെട്ടെന്നാണ് പോളിറ്റിയുടെ മുന്നിലൂടെ എന്തോ പാസ് ചെയ്ത് പോവുക. അപ്പോൾ പോളിറ്റി ഒന്ന് പേടിക്കും. അപ്പോൾ പോളിറ്റിയുടെ ദേഹത്തുണ്ടായിരുന്ന ലാറ നിലത്തേക്ക് വീകും. എന്നാൽ ഇത് ടീം റോക്കറ്റിന്റെ പ്ലാൻ ആയിരുന്നു. എന്നാൽ ഇത് ഡാറിയോ ഏൽപ്പിച്ച പണിയായിരുന്നു ടീം റോക്കറ്റിന്. കൈ ഒടിഞ്ഞത് കൊണ്ട് തന്നെ ലാറക്ക് നാളെ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല. ലാറ പറയും ആഷ്, നീ എന്റെ പകരം പോണിറ്റയും കൊണ്ട് മത്സരിക്കുമോ? നോക്ക്, എന്നെ കൊണ്ട് കയ്യില്ല. പോണിറ്റാക്ക് നിന്നെ മാത്രം വിശ്വാസമുള്ളൂ. അതുകൊണ്ടാണ് എനിക്കൊന്നും പറ്റാത്തത്. എനിക്ക് ഉറപ്പുണ്ട് നിന്നെ കൊണ്ട് പോണിറ്റയെ കൺട്രോൾ ചെയ്യാൻ കഴിയും. പോണിറ്റ നിന്നെ വിശ്വസിക്കും. അങ്ങനെ ആഷ് വീണ്ടും പോണിറ്റയുടെ ദേഹത്ത് കൈവെക്കും. പക്ഷേ പോണിറ്റ, നീ വിജയിക്കണം. പുതിയ റൈഡറെ വെച്ച് നിന്നെ കൊണ്ട് അത് കഴിയും. നീ ആഷിനെ വിശ്വസിക്കണം. നീ എനിക്ക് വേണ്ടി അത് ചെയ്യണം എന്നൊക്കെ പറയും. രാത്രി അവർ പ്രാക്ടീസിനൊക്കെ പോകും. പക്ഷെ അതുകൊണ്ടൊന്നും വലിയ കാര്യമുണ്ടാവില്ല. അങ്ങനെ മത്സരം ആരംഭിക്കും. മത്സരത്തിനാണെങ്കിൽ ഒരുപാട് പേരുണ്ടാവും പങ്കെടുക്കാൻ. അങ്ങനെ മത്സരം തുടങ്ങും. എല്ലാവരും ഓടി തുടങ്ങും. ഇതിന്റെ ഇടയിൽ പീക്കാച്ചും സ്ക്വാഡും പങ്കെടുക്കുന്നുണ്ടാവും ഈ മത്സരത്തിൽ. ഇതിൽ മുന്നിൽ പോവുക ഡാറിയോ ആണ്. പെട്ടെന്നാണ് ഒരു ഉണ്ട വന്ന് ടാറോസിന്റെ ദേഹത്ത് തട്ടുക. അങ്ങനെ ടാറോസിന്റെ കൺട്രോളും ടാറോസ് വേറെ എല്ലാ പോക്കിമോനെയും കുത്തും. ഇതാണെങ്കിൽ ടീം റോക്കറ്റിന്റെ പ്ലാൻ ആയിരുന്നു. ടീം റോക്കറ്റ് ഒരുപാട് സ്ഥലത്ത് ട്രാപ്പ് വെച്ചിട്ടുണ്ട്. അതിലൊന്നിൽ ആശും കുടുങ്ങും. പക്ഷെ പീക്കാച്ചു അത് വന്ന് ശരിയാക്കി കൊടുക്കും. അടുത്ത് വന്നിരുന്നത് ക്രോസ് ദ റിവർ. ഓരോ പാറയിൽ ചവിട്ടി. എന്നാൽ അതിൽ പോകാൻ കഴിയാത്ത 2 പോക്കിമോൺസ് ഉണ്ടായിരുന്നു. ബ്രോക്കിന്റെ ഓണിക്സും പിന്നെ വേറൊരു പോക്കിമോൻ കൂടിയും. പോക്കിമോണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യും. പക്ഷെ മുങ്ങിപ്പോകും.
പിക്കാച്ചു സ്കോഡിൻ്റെ പുറത്ത് സ്മൂത്തായിട്ട് പോകും. അതുപോലെ തന്നെ സ്റ്റാർവിയുടെ പുറത്ത് മിസ്റ്റിയും സ്മൂത്തായിട്ട് പോകും. പിന്നെ പോണിറ്റേ വെച്ച് ആഷും സ്മൂത്തായിട്ട് തന്നെ കടക്കും. അടുത്ത് എന്താന്ന് വെച്ചാൽ പോക്കിമോനെ ഫുഡ് ഈറ്റ് ചെയ്യുന്ന സമയമാണ്. ടീം റോക്കിന്റെ ആർബോക്കിന്റെ അടുത്ത് പിക്കാച്ചും സ്കോഡൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുപോലെ വീസിംഗ് സ്റ്റാർവിയും ഡിഫീറ്റ് ചെയ്യും. എന്നാൽ പോണിറ്റേ ആണെങ്കിൽ ടീം റോക്കിനെ മൊത്തമായി ഡിഫീറ്റ് ചെയ്യും. ഇപ്പോൾ മുമ്പിൽ ഡാരിയോ മാത്രമാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ ആഷും പോണിറ്റയും ഡാരിയോന്റെ അടുത്ത് എത്തും. ഡാരിയോ ആണെങ്കിൽ അതിനിടയിൽ കൂടെ കള്ളക്കളി കളിക്കുന്നുണ്ടാകും. പെട്ടെന്നാണ് പോണിറ്റ ഇവോൾവ് ആകാൻ തുടങ്ങുക. പോണിറ്റ ഇവോൾവായി റാപ്പിഡ് ആഷായി മാറും. അങ്ങനെ അവർ വീണ്ടും ഡാരിയോന്റെ അടുത്ത് എത്തും. അങ്ങനെ അവസാനം പോണിറ്റ വിജയിക്കും. അങ്ങനെ റാപ്പിഡ് ആഷും ഈ വർഷത്തെ ചലഞ്ച് ചാമ്പ്യനായി മാറും. ആരാണെങ്കിൽ ആഷിനോട് താങ്ക് യു ഒക്കെ പറയും. എന്നിട്ട് പറയും, നീ ഒരു മികച്ച ട്രെയിനറാണെന്ന് നീ കാണിച്ചു തന്നു ആഷ്. അങ്ങനെ ആഷും കൂട്ടുകാരും പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ലാര പറയും, ഈ സഫാരി സോൺ നിങ്ങൾക്ക് നല്ല നല്ല പോക്കിമോൺസിനെ പിടിക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ്. വീണ്ടും നന്ദിയുണ്ട് ആഷ്, എനിക്കുറപ്പാണ് ഒരിക്കൽ നീ പോക്കിമോൻ മാസ്റ്ററായി മാറുമെന്ന്. അങ്ങനെ ആഷിനും കൂട്ടുകാർക്കും പുതിയൊരു ഫ്രണ്ടിനും കൂടി കിട്ടി. സഫാരി സോണിൽ ഇനി എന്ത് പ്രശ്നമാവോ ഉണ്ടാവുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അടുത്ത എപ്പിസോഡായിട്ട് ഉടനെ തന്നെ കാണാം.